ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുഞ്ഞിനെ ചൊല്ലി ഇങ്ങനെ ആദർശിൻ്റെയും നയനയുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമെന്ന് കാണുമ്പോൾ മുത്തശ്ശൻ ഒരു തീരുമാനം എടുക്കുകയാണ്. അനഘയുടെ വീട്ടിലോട്ട് പോകണം എന്നുള്ള തീരുമാനം കേട്ടോ. ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. ഒരിക്കലും ഞാൻ അറിയുന്ന കൊച്ചുമോന് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം തീരുമാനിക്കാൻ കേട്ടോ മുത്തശ്ശൻ. എന്തായാലും വേണ്ടില്ല, ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. ആദ്യം അനഘയുടെ വീട്ടിൽ ചെന്ന് ഇതിൻ്റെ പിറകിൽ ഞാൻ സംശയിക്കുന്നത് പോലെ അവൻ തന്നെയാണോ എന്ന് എനിക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ കുഞ്ഞിനെ കാണുമ്പോൾ മനസ്സ് തുറന്ന് ഒന്നും പറയാനും പറ്റുന്നില്ലല്ലോ ഈശ്വര. ഇല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു. ഇത്രയും നാളും അവളുടെ അമ്മായിയമ്മ സ്നേഹിക്കുന്നില്ല, അവൻ സ്നേഹിക്കുന്നില്ല എന്ന ആ വിഷമത്തിലിരിക്കുമ്പോൾ ഇനി നയനമോളുടെ കണ്ണുനീർ അവിടെ വീഴാൻ പാടില്ല എന്ന തീരുമാനമെടുത്ത് മുത്തശ്ശൻ നേരെ പോകുന്നത് അനഘയുടെ വീട്ടിലോട്ടാണ് കേട്ടോ. ഈ സമയം അനഘ അവിടെ ഉണ്ടാവില്ല. അനഘയുടെ അമ്മയാണ് കേട്ടോ അവിടെ ഉണ്ടാവുക. അപ്പോൾ ഉടൻ തന്നെ അനഘ എവിടെ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവളിപ്പോൾ ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി പുറത്തോട്ട് പോയിരിക്കുകയാണ്. അത് കേട്ട ഉടൻ തന്നെ എനിക്ക് ചില കാര്യങ്ങൾ അറിയണം, അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അത് കേൾക്കുന്ന അനഘയുടെ അമ്മ വല്ലാതെ പരിഭ്രാന്തിയാവുന്നുണ്ട് കേട്ടോ. ഈശ്വര, ഇവരുടെ എൻ്റെ വായ കൊണ്ട് എന്തെങ്കിലും ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അനഘമോൾ എന്നെ അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അനഘയെ കണ്ടാൽ കൊള്ളായിരുന്നു, അവളില്ല. അവൾ വരികയാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പറയാം, കുടിക്കാൻ എന്താ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നത് അബിയുടെ കണ്ണിൽ പെടുകയാണ്. അബി ശ്രദ്ധിക്കുന്നുണ്ട് മുത്തശ്ശൻ അങ്ങോട്ട് കയറി പോകുന്നു. അബി കാണുന്നുണ്ട് കേട്ടോ. പിന്നീട് അബിക്ക് പേടി വരികയാണ്. ഈശ്വര, അനഘയുടെ അമ്മ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ തീർച്ചയായും തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള ആ സംശയം ഇങ്ങനെ അബിയുടെ ഉള്ളിൽ തറച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അബി മുത്തശ്ശൻ ഇറങ്ങി വരുന്നത് വരെ അവിടെ പേടിയോടുകൂടി ഇരിക്കുകയാണ് കേട്ടോ. തന്നെ പിടിക്കപ്പെടുമോ, തൻ്റെ മുത്തശ്ശൻ ഇന്നത്തോടുകൂടി തൻ്റെ കാര്യത്തിന് ഒരു തീരുമാനമായി എന്നൊക്കെയുള്ള ആ ഒരു പേടിയോടുകൂടി ഇങ്ങനെ അവിടെ അബി നിൽക്കുന്നുണ്ടാവും കേട്ടോ. ഈ സമയം മുത്തശ്ശന് വെള്ളം എടുക്കാൻ വേണ്ടി അവിടെ നിന്നും അനഘയുടെ അമ്മ പോയിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു ഫോൺ എടുക്കുന്നത് കാണുന്നത് കേട്ടോ. അതിലോട്ടൊരു മെസ്സേജ് വരുന്നുണ്ട്. ആ സമയം അനഘയുടെ ഫോട്ടോ ആണ് ഫ്രണ്ടിൽ കാണുന്നത് കേട്ടോ. അത് കാണുന്ന മുത്തശ്ശൻ ആ ഫോൺ എടുത്തിട്ട് ആ ഫോൺ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ആരുടെ ഫോണാ എന്നിങ്ങനെ മുത്തശ്ശൻ അവരോട് ചോദിക്കുകയാണ്, അനഘയുടെ അമ്മയോട്. ഇത് അനഘയുടെ പഴയ ഫോണാണ്, ഇത് അനഘയുടെ ഫോണാണെന്ന് പറയട്ടെ. അത് കേട്ടോടെ തന്നെ മുത്തശ്ശൻ പറയണം, അല്ല ഇത് അവളുടെ ഫോണാണെങ്കിൽ അവൾ ഇവിടെ ഉണ്ടാവില്ലേ, ഫോൺ എടുക്കാതെയാണോ പോയിട്ടുള്ളത്? ഇല്ല, ഇത് അവളുടെ പഴയ ഫോണാണ്, എന്തെങ്കിലും ആവശ്യത്തിന് എന്നെ വിളിച്ചാൽ കിട്ടാൻ വേണ്ടി അവളിതിവിടെ വെച്ചതാണ് എന്ന് പറയട്ടോ. ഓ അങ്ങനെയാണോ, എന്നാൽ ഇത് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്നും പറയുമ്പോൾ അനഘയുടെ അമ്മ അത് പിന്നെ എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് നല്ലൊരു ഫോൺ ഞാൻ വാങ്ങിച്ചു തരാം, എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം എൻ്റെ വീടിൻ്റെ സമാധാനമാണല്ലോ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അതിനൊരു തീരുമാനം എടുത്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഫോൺ ഞാൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. ഈ സമയം മുത്തശ്ശൻ അങ്ങ് ഇറങ്ങിപ്പോയോടെ തന്നെ അബി പെട്ടെന്ന് അനഘയുടെ അമ്മയുടെ അടുത്തോട്ട് കയറി വരാനിട്ട്, എന്താ 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 അവർ എൻ്റെ മുത്തശ്ശൻ പറഞ്ഞത്? നിങ്ങൾ എന്തെങ്കിലും എൻ്റെ മുത്തശ്ശനോട് പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. അനഘയെക്കുറിച്ച് പറഞ്ഞോ? ഇല്ല, അതും പറഞ്ഞില്ല. കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ഈശ്വര, പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് ഒഴിവാക്കിയത്? ഇന്ന് എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാവും എന്ന് പറഞ്ഞ ഉടനെ അനഘയുടെ അമ്മ പറയുന്നുണ്ട്, നീ ചെയ്ത തെറ്റിൻ്റെ ആ ഫലം നീ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. ഒരു പെണ്ണ്, നിൻ്റെ ഭാര്യ വേറൊരു കുഞ്ഞിനെ പ്രസവിച്ച് കിടക്കുന്നു എന്നുള്ള സത്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ട്, എന്തായാലും ഒന്നും നിങ്ങൾ പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് വേണ്ട പണം ഞാൻ തന്നേക്കാം. അത് കേട്ട ഉടനെ അവർ പറയണേ, നീ അങ്ങനെ സമാധാനിക്കാൻ വരട്ടെ. അനഘയുടെ ഒരു പഴയ ഫോൺ ഇവിടെ ഇരുന്നിരുന്നു, അത് എൻ്റെ മുത്തശ്ശൻ കൊണ്ടുപോയി. എന്നിട്ട് അതിലെന്തെങ്കിലും തെളിവുകൾ ഉണ്ടാവുമോ? അതിലൊരു തെളിവും ഉണ്ടാവില്ല. അപ്പോഴാണ് അബിക്ക് ഒരു ഓർമ്മ വരുന്നത്, ഈശ്വര, ഞാനും അവളും മൊത്തമുള്ള ഒരുപാട് ഫോട്ടോസുകൾ എടുത്തിട്ടുണ്ട്, അതിൽ കുടുങ്ങി പോകല്ലോ ഈശ്വര എന്നുള്ള ആ ഒരു പേടി ഇങ്ങനെ അബിക്ക് വരുന്ന കേട്ടോ. നിങ്ങൾ എന്തിനാ ഫോൺ കൊടുത്ത്? നിൻ്റെ മുത്തശ്ശൻ അതാ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എനിക്കത് നിഷേധിക്കാൻ പറ്റില്ല, കാരണം അവരൊക്കെ വലിയ ആളുകളാണ്, ഞങ്ങൾക്കൊന്നും എതിർക്കാനുള്ള ആ ഒരു ശക്തി ഞങ്ങളിലില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം എന്നിട്ട് നിങ്ങൾ അതിൻ്റെ പാസ്വേഡ് പറഞ്ഞു കൊടുത്തോ? ഇല്ല, പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. എന്നാൽ രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ പേടിയാവുന്നു മുത്തശ്ശൻ, അതെങ്ങനെയെങ്കിലുമൊക്കെ തുറന്നു കഴിഞ്ഞാൽ അതിൽ എൻ്റെ ഫോട്ടോ, അനഘയുമായി ഒത്തുള്ള ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും താൻ പിടിക്കപ്പെടും. ഇനി താൻ എന്ത് ചെയ്യും എന്ന പ്രതിസന്ധിയിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഇതേ സമയം മുത്തശ്ശനാണെങ്കിലും പോയ കാര്യം എന്തായി എന്നറിയാൻ വേണ്ടി മുത്തശ്ശി വരികയാണ്. എന്തായി നിങ്ങൾ പോയ കാര്യം, എന്തെങ്കിലും ഒരു പിടി കിട്ടിയോ? നമ്മുടെ ആദർശമോൻ തന്നെയാണോ ആ കൊച്ചിൻ്റെ അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും എനിക്കറിയില്ല, അവിടെ അനഘ ഉണ്ടായിരുന്നില്ല, എനിക്ക് അവളോട് സംസാരിക്കാനും പറ്റിയിട്ടില്ല എന്ന് പറയട്ടോ. പിന്നീടാണെങ്കിലും ഇനി എനിക്കൊരു ഗ്ലാസ് കുടിക്കാൻ വെള്ളം എടുക്കുമെന്ന് പറഞ്ഞ് മുത്തശ്ശിയെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ വസുന്ധര താഴോട്ട് പോയ സമയത്ത് മുത്തശ്ശൻ ആ മൊബൈൽ അങ്ങ് തുറക്കണം കേട്ടോ. അതിന് ലോക്കൊന്നും ഇട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ചെയ്ത് അതൊന്ന് ടച്ച് ചെയ്ത ഉടൻ തന്നെ അത് തുറക്കാണ്. പിന്നീട് മുത്തശ്ശൻ അതിലുള്ള ഫോട്ടോ വാട്സപ്പാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ അതിൽ ആ വീഡിയോ ഒന്നും കാണാനില്ല. പിന്നീട് ഗാലറി എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അതിലാണെങ്കിലും
ഫോട്ടോ ഇങ്ങനെ ആദ്യമൊക്കെ മറിക്കുമ്പോൾ അബിയുടെയും അനഘയുടെയും ഫോട്ടോകളൊന്നും ഉണ്ടാവില്ല. അനഘയുടെ മാത്രം ഫോട്ടോ ഉണ്ടാവും, കുഞ്ഞിൻ്റെ ഒരുപാട് ഫോട്ടോ. അങ്ങനെ പിന്നീട് മറിച്ച് പിന്നെ കുറേ അങ്ങ് എത്തുമ്പോൾ പിന്നീട് അബിയും അനഘയും ഒത്തുള്ള ആ നല്ല നല്ല ഫോട്ടോസുകൾ ഇങ്ങനെ മുന്നിലൂടെ കടന്നു പോകാൻ കേട്ടോ. ഇതേ സമയം മുത്തശ്ശൻ ആകെ ഞെട്ടിപ്പോവാണ്. ഈ സമയം മുത്തശ്ശൻ എല്ലാ സത്യങ്ങളും തെളിഞ്ഞിരിക്കുന്നു. ഇനി ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. എന്തായാലും ഇന്നോടുകൂടി തീരുമാനമാക്കണം. കള്ളൻ ഇവിടെ തന്നെ ഉണ്ടായിട്ടും ആദർശിൻ്റെ തലയിൽ കെട്ടിവെച്ച് ഈ കുടുംബത്തിൻ്റെ മനസ്സമാധാനം കളഞ്ഞ അവനെ ഞാൻ വെറുതെ വിടില്ല. അത് കേൾക്കുന്ന മുത്തശ്ശി ചോദിക്കുക, എന്താ നിങ്ങൾ ഈ പറയുന്നത്? അതൊക്കെ ഉണ്ട് വസു, നീ അങ്ങോട്ടേക്ക് വാ എന്നും പറഞ്ഞ് വസുന്ധരയെ വിളിച്ച് താഴോട്ട് പോവാനേട്ടാ. പിന്നീടാണെങ്കിൽ എല്ലാവരോടും അവിടെ കൂടാൻ പറയണേ. അപ്പോൾ ഈ സമയം അബി അങ്ങോട്ടേക്ക് പേടിച്ച് ഉമ്മറപ്പടി കയറി വരികയാണ് കേട്ടോ. അപ്പോൾ എന്താ മുത്തശ്ശ നീ ഇവിടെ വാടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അബി അങ്ങ് വരികയാണ്. അപ്പോൾ അങ്ങ് വന്നതേ അബിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും മുത്തശ്ശൻ കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുത്തിട്ട്, നീ എന്താടാ എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? നീ ചെയ്യുന്ന ഓരോ തെറ്റും മറ്റുള്ളവരുടെ തലയിൽ ഇട്ട് നടക്കുന്ന നിൻ്റെ ഈ സ്വഭാവമുണ്ടല്ലോ, നിന്നെയും നിൻ്റെ അമ്മയെയും ഞാൻ എടുത്തു വളർത്തിയെന്നാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് മുത്തശ്ശൻ പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന അബി ഒന്നും അറിയാത്തതുപോലെ, എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരടാ ഈ കൊച്ചിൻ്റെ തന്ത? അത് കേട്ട ഉടനെ എല്ലാവരും ഇങ്ങനെ ഞെട്ടലോടെ ഇങ്ങനെ നോക്കണം കേട്ടോ. കൂടെ നയനയും ഉണ്ടാവും, ഇങ്ങനെ ദേവയാനി ഉണ്ടാവും. ജലജ മാത്രമേ ഇല്ല കേട്ടോ. ജലജ ആ സമയം വെളിയിലോട്ട് പോയിരിക്കുകയായിരിക്കും. അങ്ങനെ ഈ സമയം അബിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. അങ്ങനെ അബിയോട് ചോദിക്കുകയാണ്, എന്താടാ ഞാൻ ഈ ഫോട്ടോയിൽ ഈ മൊബൈലിൽ കാണുന്നത്? ഇതൊക്കെ നിൻ്റെ ഫോട്ടോ അല്ലേ? നീ അവളും ഒത്തിട്ടുള്ള ഈ കൊച്ചിൻ്റെ തള്ളയായി അനഘയുമായി ഒത്തിട്ടുള്ള ഫോട്ടോ അല്ലേ നിൻ്റേത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ അബിക്കൊന്നും പറയാനില്ല കേട്ടോ. അബി ഒന്നും മിണ്ടുന്നില്ല. ഞാനാണ് ആ കൊച്ചിൻ്റെ തന്ത എന്ന് അബി പറയുന്നില്ല. അങ്ങനെ ഈ സമയം അബിയെ കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ. പതിവിൽ കൂടുതൽ മുത്തശ്ശൻ അബിയെ അടിക്കുകയാണ്. അപ്പോഴേക്കും വസുന്ധര പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ വെറുതെ നിങ്ങളുടെ ആരോഗ്യം എന്നൊക്കെ പറയുമ്പോഴും മാറി നിൽക്ക് വസുന്ധരെ. ഇങ്ങനെയുള്ളവറ്റങ്ങളെ ഇവിടെ ഇപ്പം തന്നെ അടിച്ചു പുറത്താക്കണം. ഇവർക്ക് അഭയം കൊടുത്തതാണ് ഈ കുടുംബത്തിൻ്റെ നാശം വിതയ്ക്കാനുള്ള കാരണം. അതുകൊണ്ട് ഇവൻ ഇനി തറവാട്ടിൽ വേണ്ട, മതി, ഇവിടെ ഇപ്പം ഇറങ്ങണമെന്ന് പറയട്ടോ. ആ സമയം ആ കുഞ്ഞിങ്ങനെ പേടിയോടുകൂടി നോക്കുന്നുണ്ട് കേട്ടോ. ഈ സമയമാണെങ്കിലോ ഇങ്ങനെ ജലജ കയറി വരികയാണ്. ജലജ, എന്തിനാ എൻ്റെ കുഞ്ഞിനെ അടിക്കുന്ന അച്ഛാ? എൻ്റെ കുഞ്ഞ് അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്ത്? നിൻ്റെ കുഞ്ഞും നിനക്കും ഞാൻ ഇവിടെ വളരാനുള്ളതും വളർത്താനുള്ളതും ആ ഒരു സ്ഥലം, ആ ഒരു ഇടം നിങ്ങൾക്ക് തന്നു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ തലയിൽ കയറി കൊത്തിയെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ജലജയ്ക്ക് കാര്യങ്ങളൊന്നും പിടികിട്ടുന്നില്ല. എന്നിട്ട് ജലജ ചോദിക്കുകയാണ്, എന്താ അച്ഛാ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ അടിക്കേണ്ട ആവശ്യം? എന്തിനും ഏതിനും എല്ലാവരും ചെയ്യുന്ന തെറ്റുകൾ എൻ്റെ കുഞ്ഞിൻ്റെ തലയിലോട്ട് ഇടുന്നത് എന്താ? കാര്യം അറിയുന്നതിന് മുന്നേ നിനക്ക് തന്നെ തോന്നിയില്ലേ നിൻ്റെ കുഞ്ഞ് തെറ്റ് ചെയ്യുന്നല്ലേ? അത് കേൾക്കുന്ന ജലജ, എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇനി നീയും നിൻ്റെ മകനും വേണ്ട, ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങണമെന്ന് പറയണേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അങ്ങ് ജലജ പറയണേ, എന്തിനാ അച്ഛാ ഞാൻ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങുന്ന? അച്ഛൻ്റെ മകളായല്ലേ ഞാൻ വളർന്നത്. നീ എൻ്റെ മകളെന്ന് പറയുന്ന ആ വാക്ക് നീ പ്രയോഗിക്കരുതെന്ന് പറയണേ. പിന്നീട് ഇങ്ങനെ മുത്തശ്ശനോട് വീണ്ടും ചോദിക്കുമ്പോൾ, നിൻ്റെ മകൻ ഉണ്ടാക്കിയ സന്തതിയാടി ആ നിൽക്കുന്നത്, എന്നിട്ട് അത് ആദർശിൻ്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നു എന്ന് പറയട്ടോ. ഈ സമയമാണെങ്കിലോ ജലജ ആകെ ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഇതേ സമയം ജലജ ഇങ്ങനെ പേടിയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് ഞാൻ ഈ കേട്ടത്? ഞാൻ കേട്ടത് സത്യമാണോ എന്ന് പറയുമ്പോൾ, നീ അവനോട് ചോദിക്കണ്ട. അവൻ എന്തെങ്കിലും ആരുടെയെങ്കിലും മുന്നിൽ സത്യം പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും നാളും സ്വന്തം കുഞ്ഞ് കൺമുന്നിൽ ഉണ്ടായിട്ട് അവൻ്റെ കുഞ്ഞാണെന്ന് അവനെ അംഗീകരിച്ചിട്ടുണ്ടോ? അപ്പോൾ തന്നെ ഇല്ലമ്മേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലയിട്ടാട്ടുമ്പോൾ, വേണ്ട അബി, എൻ്റെ കയ്യിൽ നിന്ന് ഇനിയും നിനക്ക് ഇവിടെ കിട്ടുമെന്ന് പറയട്ടോ. അപ്പോൾ തന്നെ ജലജ പറയണം, അച്ഛൻ എന്തിനും ഏതിനും എൻ്റെ മകനെ ഇങ്ങനെ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ആദർശിൻ്റെ കുഞ്ഞാണെന്ന് അവൻ സമ്മതിക്കുന്നു. അവൻ്റേതല്ലെങ്കിൽ അവനെ നിഷേധിച്ചൂടെ? എന്നാൽ അവനത് നിഷേധിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ കിട്ടിയ അവസരം മുതലെടുക്കണ അനാമിക. അങ്ങനെ അനാമിക പറയണേ, ശരിയാണ് മുത്തശ്ശ, അഭിയേട്ടന് അങ്ങനെ ഒരുമിച്ചുള്ളൊരു ഫോട്ടോ കണ്ട് എന്ന് കരുതിയിട്ട് അതിലിപ്പോൾ കുഞ്ഞുണ്ടാവുന്നില്ലല്ലോ. ഗർഭിണിയായ ഫോട്ടോ ഒന്നും അവരെത്തിട്ടുള്ളതില്ലല്ലോ. പിന്നെ എന്തിനാ വെറുതെ അഭിയേട്ടനെ കുറ്റം പറയുന്നത്? ഈ വീട്ടിൽ 3 ആണുങ്ങളുണ്ട്, 3ഉം കണക്കാണ്, 3 തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിൻ്റെ DNA ടെസ്റ്റ് അങ്ങ് നടത്താം. അതോടുകൂടി സത്യങ്ങൾ അങ്ങ് വെളിയിൽ വരുമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ടാണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത്. ആദർശ് അത് കേൾക്കുമ്പോൾ ഞെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ.